ഹലോ, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലെത്തിയതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഒരു അണ്ടർഗ്രൗണ്ട് ട്രെയിൻ എടുത്ത് ഞാൻ നേരെ എത്തിയിരിക്കുന്ന ഒരു സിറ്റി സ്ക്വയറിലേക്കാണ്. റോമർബെർഗിലേക്ക് പോകാൻ ഉദ്ദേശം. ഒരു വിഷൻ ഭയങ്കര ഒരു രസമായിരുന്നു എനിക്ക് കണ്ടു നിൽക്കാനായിട്ട്. അപ്പോൾ അവിടെ കുറച്ച് പേര് വൈബ്രാഫോൺ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ്, ഒരു സൈലോഫോണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ഇൻസ്ട്രുമെൻ്റാണ്. അത് വായിക്കുന്നത് കണ്ടു അവിടെ കുറച്ച് നേരം കണ്ടു നിന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ വന്ന് എത്തുന്നത് വേറൊരു സ്ക്വയറിലേക്കാണ്. അവിടെ ഒരു തൊട്ട് ബാക്കിൽ കാണുന്ന ഒരു കത്തീഡ്രലാണ്. ജസ്റ്റ് അവിടെ ഒന്ന് കയറി. സെൻറ്റ് നിക്കോളാസ് ചർച്ചാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് കഴിഞ്ഞ് ചെറിയൊരു എക്സിബിഷൻ സെൻറ്റർ പോലെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഈ കാണുന്ന പില്ലോസും അങ്ങനെ അതിന് ചുറ്റുമായിട്ടുള്ള പെയിൻറ്റിങ്സ് മാത്രമാണ്. അങ്ങനെ ഞാൻ ഓൾഡ് സിറ്റിയിലെ റോമർബെർഗിൽ എത്തിയിരിക്കുകയാണ്. വേൾഡ് വാർ II ഒരുപാട് ഡിസ്ട്രക്ഷൻ നടക്കുകയും പിന്നീട് റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തിരുന്ന ബിൽഡിങ്സൊക്കെയാണിത്. ഒരു ടൗൺ ഹാളിനെ ചുറ്റിപ്പറ്റി റെഡ് സാൻഡ്സ്റ്റോണിലാണ് മെയിനായിട്ട് എല്ലാ ബിൽഡിങ്സും ചെയ്തിരിക്കുന്നത്. ഹാഫ് ടിമ്പേർഡ് ആയിട്ടുള്ള സ്ലേറ്റ് റൂഫിങ് വെച്ചിട്ടുള്ള ബിൽഡിങ്സാണ് മെയിൻലി. അവിടുന്ന് നേരെ ഞാൻ എത്തിയിരിക്കുന്നത് ഫ്രാങ്ക്ഫർട്ട് കത്തീഡ്രലാണ്, അല്ലെങ്കിൽ സെൻറ്റ് ബർത്തലോമിയോസ് കത്തീഡ്രൽ. ഒരു റോമൻ ഗോത്തിക് ആർക്കിടെക്ചറിൽ വന്നിരിക്കുന്ന ഒരു ചർച്ചാണ്. കിങ്സിൻ്റെ ക്രൗണിങ് അങ്ങനെയൊക്കെ നടക്കാറുള്ള ഒരു പ്ലേസാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ എത്തിയിരിക്കുന്നത് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്സിലേക്കാണ്. നേരത്തെ നമ്മൾ കണ്ട കത്തീഡ്രലാണ് തൊട്ട് ബാക്കിലുള്ളത്. ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പ്ലാൻ. അങ്ങനെ ചെന്നെത്തിയത് ഒരു മ്യൂസിഷ്യൻ്റെ അടുത്താണ്. എങ്ങനെ ഒരു പബ്ലിക് സ്പേസ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കണമെന്നും യാത്രക്കാരെ തടസ്സമില്ലാത്ത രീതിയിൽ ബാക്കിയുള്ള വെഹിക്കിൾസിന് പോകാനും ഒക്കെയുള്ള ഒരു നല്ല സിസ്റ്റം നമുക്ക് ഇവിടുന്ന് ശരിക്കും കണ്ടുപിടിക്കാം. അപ്പോൾ ബാക്കിയുള്ള ഫ്രാങ്ക്ഫർട്ടിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.